അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ചൂടപ്പം പോലെ വിറ്റഴിക്കുന്നതിനും ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കാനും പറ്റിയ ഒരു സോഫ്റ്റ് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് അരിപ്പൊടിയോ അരിയോ വെച്ചിട്ടല്ല ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല പഞ്ഞി പോലെ ഉള്ള സോഫ്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. അളവ് കപ്പിനാണ് 250 ml കപ്പിന് 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് റവ അളന്നെടുക്കാം. ഗ്രാമിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി റവ ഒന്ന് കുതിർത്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. റവ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. റവ നല്ലതുപോലെ കുതിർന്ന് സോഫ്റ്റായി കിട്ടണം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിപ്പോൾ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ ഏകദേശം ഒരു 3 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അളവ് കപ്പിന് 1/2 കിലോ ശർക്കര അതാ എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ശർക്കരയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. ഏത് കപ്പിലാണോ ശർക്കര അളന്നെടുക്കുന്നത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. ആ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവണം. അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് ഒരു ഗോൾഡൻ നിറം ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് എടുത്തേ ഉള്ളൂ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് അതിന് പകരമായിട്ട് ചിരകിയ തേങ്ങ വേണമെങ്കിലും ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു ഗോൾഡൻ നിറം ആവണം. തേങ്ങാക്കൊത്തൊക്കെ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് ചൂട് മാറണം. മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ റവ കുതിർക്കാൻ വെച്ചിട്ട്. റവയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏലക്ക ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിതിലേക്ക് ഒരു 10 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചിട്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. സോഡാപ്പൊടിയാണ്. കുത്തി നിറച്ച് എടുക്കരുത്. ഇതുപോലെ ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ലെവൽ ചെയ്തെടുത്ത ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്താൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സോഡാപ്പൊടി മാത്രം ചേർത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ലാസ്റ്റിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് മാവാണ്. അത് റേഷൻ കടയിൽ നിന്നും കിട്ടിയ ഗോതമ്പ് മാവായാലും ഏത് ടൈപ്പ് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. അപ്പോൾ 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ അളവ് കപ്പിൽ നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഉള്ളത്. അര കിലോ ഗോതമ്പ് പൊടി എന്ന് പറയുമ്പോൾ ഇതിലേക്ക് 100 ഗ്രാം മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/4 കപ്പ് അളവിൽ. ഇത്രയും മാവിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മാവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് വലിയ ബൗൾ എടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റവ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. പഴത്തിന് പകരമായിട്ടാണ് റവ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചൊഴിച്ച് വെച്ച ശർക്കര പാനി ചെറിയൊരു ചൂടോടുകൂടി, ഒരുപാട് അങ്ങ് ചൂട് മാറാൻ പാടില്ല, ചെറിയൊരു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മൾ എടുത്തു വെച്ച ശർക്കര പാനി മുഴുവനും ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ച പഞ്ചസാര വെള്ളമില്ലേ, സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒരു ദോശ മാവിൻ്റെ ആ ഒരു പരുവത്തിനാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം. കുറച്ച് നോക്കി ഒരു ദോശ മാവിൻ്റെ പരുവത്തിന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിക്ക് മാവ് റെഡിയാക്കി എടുക്കുക. കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതാ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് ദോശ മാവിൻ്റെ പരുവത്തിന് റെഡിയാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് കട്ടി കൂടി പോകാൻ പാടില്ല, എന്നാൽ പിന്നെ ഉണ്ണിയപ്പം കട്ടിയായി പോവും. അതുപോലെ തന്നെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെയ്യോട് കൂടി ചേർക്കുക. വീണ്ടും എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചുക്കുപൊടി വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുക. അതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഇനി കോരി ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. കുറച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് എല്ലാ എണ്ണയിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഒരു കുഴിയിൽ ഒഴിച്ച് നോക്കുക. അപ്പം മുകളിലേക്ക് പൊന്തി വരും മാവ്. അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇതാ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ അറ്റത്തുനിന്ന് ആദ്യം ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കുക. നടുഭാഗത്ത് ലാസ്റ്റിൽ ഒഴിച്ചു കൊടുക്കുക. സെക്കൻഡൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ഈ വശത്തൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 40 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ചിലപ്പോൾ അത് താനെ അങ്ങ് മറിഞ്ഞ് വന്നോളും. 2 വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവണം. ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറാവരുത്. തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. വീണ്ടും 40 സെക്കൻഡ് കഴിയുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അതിൽ നല്ല ഉരുണ്ട് നല്ല ഷേപ്പിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇനി ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അരി കുതിർത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അരിപ്പൊടിയുടെ ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ അരിമാവിൽ ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ല. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരു കേടും വരില്ല. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ദാ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.
ഇതിന്റെ ചൂട് നല്ലതുപോലെ മാറിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള സിപ്ലോ കവറിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പുറത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തു വിടാനും പറ്റും. നമ്മളിതിൽ പഴമൊന്നും ചേർത്തിട്ടില്ല. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഉണ്ണിയപ്പം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്